everyone, let's check some common mistakes we make in English. അവന് കാപ്പി ഇഷ്ടമല്ല. ഇത് നമ്മളെങ്ങനെ പറയാം? ഹീ ഡോണ്ട് ലൈക്ക് കോഫി എന്നല്ലേ? പക്ഷേ ഇത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഹീ ഡസൻ ലൈക്ക് കോഫി എന്നാണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹീ, ഷീ, ഇറ്റ് എന്നിവയ്ക്കൊപ്പം ഡസൻ്റാണ് ഉപയോഗിക്കേണ്ടത്. ഡോണ്ട് ഉപയോഗിക്കാറില്ല. സെക്കൻഡ് വൺ, വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഡിസ്കസ് അബൌട്ട് ദ ഇഷ്യൂ എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്, ബട്ട് ഇത് തെറ്റാണ്. ഡിസ്കസ് ദി ഇഷ്യൂ ആണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ലെറ്റ്സ് ചെക്ക് ദി റീസൺ. ഡിസ്കസ് എന്നത് ട്രാൻസിറ്റീവ് വെർബാണ്, അതായത് അതിനുശേഷം ഒബ്ജക്റ്റ് വരണം. അതിനാൽ അബൌട്ട് ഉപയോഗിക്കേണ്ടതില്ല. മൂന്നാമത്തെ സെൻറ്റൻസ്, ഞാൻ 2020 മുതൽ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ഐ എം ലിവിങ് ഹിയർ സിൻസ് 2020. ഇങ്ങനെയാണ് നമ്മൾ പറയുക, പക്ഷെ ഇത് തെറ്റായ സെൻറ്റൻസ് ആണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2020. ഇതാണ് ശരിയായ സെൻറ്റൻസ്. നമുക്കിതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. സിൻസ് എന്നത് ഒരു പ്രവൃത്തി എപ്പോൾ ആരംഭിച്ചു എന്ന് പറയാനാണ്. ആ പ്രവൃത്തി ഭൂതകാലത്തിൽ ആരംഭിച്ച് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാവ് ഓർ ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ് ഉപയോഗിക്കുക. നാലാമത്തെ സെൻറ്റൻസ്, വേഗം തിരികെ വരൂ. റിട്ടേൺ ബാക്ക് സൂൺ എന്നാണ് നമ്മൾ പറയുക, പക്ഷെ ഇത് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. റിട്ടേൺ സൂൺ ആണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. നമുക്ക് റീസൺ എന്താ നോക്കാം. റിട്ടേൺ എന്ന വാക്ക് തന്നെ തിരികെ വരൂ എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ ബാക്ക് എന്ന് ചേർക്കുന്നത് ഒരു ആവർത്തനമാണ്. ലാസ്റ്റ് സെൻറ്റൻസ്, സത്യം അറിയുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് അവൻ. ഹി ഈസ് വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ ഹൂ നോസ് ദ ട്രൂത്ത്. ഇത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഹി ഈസ് ദ വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ ഹൂ നോ ദ ട്രൂത്ത്. ഇതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഇവിടെ ഹൂ എന്നത് ദ ഫ്യൂ പീപ്പിൾ എന്ന പ്ലൂറൽ നൗണിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ പ്ലൂറൽ വെബ് ആയ നോ ആണ് ശരി. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ ഡെയിലി ഇംഗ്ലീഷ്.